ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു മീഡിയം സൈസിലുള്ള 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിക്സിയിലിട്ടിട്ടൊന്നും നമ്മളിത് അരച്ചെടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുക. അതേ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളുപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു തിക്കിലാണ് നമ്മളിവിടെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. നല്ല ലൂസും അല്ല, എന്നാൽ നല്ല തിക്കും അല്ലാത്ത ഈ ഒരു രീതിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കയ്യിലെടുത്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ കൈയൊന്ന് നമ്മൾ നനച്ച് കൊടുക്കുക. അതിനുശേഷം മാവ് എടുത്തിട്ട് ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്സൊക്കെ നല്ല രീതിക്ക് തന്നെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.